ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ പൊറോട്ടയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് ഈ വീഡിയോയുടെ നോക്കാം. ഇത് കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തേക്കാം. ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാവ് നമ്മൾ കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും ചെയ്യുന്നില്ല, പകരം അതൊരു ലിക്വിഡ് ഫോമിലാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാവിൽ ചെറിയൊരു കട്ടയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിത് അരിച്ചെടുക്കുകയാണ്. മാവ് ഞാനപ്പോൾ ഫുള്ള് അരിച്ചെടുത്തു. ഇനി ഈ മാവിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഇവിടെ എടുക്കുന്നത്. ആദ്യം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഞാനിതൊന്ന് കുഴച്ചെടുക്കുവാണ്. പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ 2.5 കപ്പ് വെള്ളം. അങ്ങനെ പല കമ്പനിയുടെ മാവിനും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അപ്പം നിങ്ങൾ അതിനനുസരിച്ച് എടുത്തോളുക. 2.5ക്കും ഒരു 2.25 ഇടയ്ക്കൊക്കെ അത്രയും മതിയാവും. ഒരു ലിക്വിഡ് പരുവത്തിലാണ് നമുക്കിത് കിട്ടാനുള്ളത്. ഒരുപാട് അങ്ങ് കട്ടിയായി പോരുന്ന മാവ്, ആ രീതിയിൽ എടുക്കണേ. ആദ്യം 2.5 കപ്പ് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. ഈ ഒരു ഫോമിൽ, ലിക്വിഡ് ഫോമിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുള്ളേ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യുവാണ്. പൊടിച്ച ഷുഗറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തൊരു നല്ല ലിക്വിഡ് ഫോമിലാക്കി എടുക്കുക. ഞാനിപ്പോൾ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു. ഒരു ലിക്വിഡ് ഫോമിലായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഓയിൽ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഫി ആയിട്ട് വരുവേ. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുവാണ്. ഒട്ടും കട്ടയൊന്നും വരാതെ ആ ഒരു ബാറ്റർ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ അരിച്ചെടുക്കുന്നത്. മാവ് നമുക്ക് ഈ ഒരു ഫോമിൽ വേണം കിട്ടാനായിട്ട്. കണ്ടോ, ഒട്ടും കട്ടിയുമല്ല എന്നാൽ ഒട്ടും ലിക്വിഡും അല്ല, ആ ഒരു ഫോമിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എണ്ണയൊന്നും തൂകേണ്ട ആവശ്യമില്ല. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1.5 തവി മാവ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ചപ്പാത്തി ഒരു പരുവത്തിന് വേണം നമ്മൾ അത് മാവ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എല്ലാ സൈഡും ഒരേ കട്ടിയായിരിക്കണം, ഒട്ടും കുറഞ്ഞും പോകരുത് കൂടിയും പോകരുത്. 1 മിനിറ്റിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് ഞാൻ ചെറിയ അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹീറ്റ് ഹൈ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു ഹീറ്റ് കൂടുന്ന പോലെ തോന്നും. ആ സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി ഒന്ന് മറിച്ചിടുവാണ്. അപ്പോൾ മറിച്ചിടുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകാതെ വേണം നിങ്ങൾ മറിച്ചിടാനായിട്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ കൈയും കൂടെ ഒരു സൈഡ് കൈയും പ്രസ് ചെയ്ത് ഒന്ന് പയ്യെ സ്ലോ ആയിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരു സൈഡ് നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ഒരു സൈഡും 1 മിനിറ്റ് ഇതേപോലെ ഒന്ന് ചൂടാവണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു തുണിയിൽ ലേശം എണ്ണ മുക്കിയിട്ട് ഇതേപോലെ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ സോഫ്റ്റായിട്ട് വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാര്യം അതിൻ്റെ അടിഭാഗം നമ്മൾ വെന്തിട്ടില്ല, ഇപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ നടുക്കൊക്കെ ഒന്ന് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ടാണ് പ്രസ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നമ്മളിങ്ങനെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ കുമിളയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ കുമിള വരുമ്പോഴത്തേക്കും നമ്മൾ ആ കുമിളയുടെ സൈഡ് ചേർത്ത് തന്നെ നമ്മൾ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടുത്തെ കുമിള വലുതായി വരും. അപ്പോൾ അതങ്ങനെ ചുറ്റി നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല വലിയ ഒരു പഫ് മാതിരി നമുക്ക് നമ്മുടെ ചപ്പാത്തി കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അത് നിങ്ങൾ വീണ്ടും ആ ഒരു ചപ്പാത്തി നമ്മൾ തിരിച്ചിട്ടിടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫുൾ
ആ ഒരു പഫ് മാതിരി ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ പൊട്ടിപ്പോവാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട്, ഹോൾസ് ഒന്നും വീഴരുത്. ഇത് നിങ്ങൾക്ക് തവ വെച്ചിട്ട് വേണമെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നുള്ള എയർ ബബിൾസ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ തുണി വെച്ച് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റും ആയിരിക്കും. അതേപോലെ നമ്മൾ കടയിൽ നിന്ന് ഒക്കെ വാങ്ങുന്ന ആ ഒരു പെറോട്ടയുടെ ടേസ്റ്റിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയും കൂടി ചുട്ടെടുക്കുവാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു പൊറോട്ട ചപ്പാത്തിയുടെ റെസിപ്പിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.